വയനാട്ടിലെ കുളകപ്പാറയിൽ കഴിഞ്ഞ ദിവസം കൂട്ടിലായ കടുവയെ തൃശൂരിലേക്ക് മാറ്റി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കടുവയെ മാറ്റിയത്. ഇന്ന് രാവിലെയാണ് കടുവയെ തൃശൂരിലെത്തിച്ചത്. പല്ലിനും കാലിനും പരിക്കുള്ള കടുവയ്ക്ക് പുത്തൂർ വിദഗ്ധ ചികിത്സ ഒരുക്കും. കമൽ ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കമൽ. ഈ കടുവയെ വീണ്ടും ഒരു കടുവയെ കൂടി പുത്തൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. അല്പസമയം മുമ്പ് ഈ കടുവയുമായുള്ള വാഹനം പുത്തൂരിൽ എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. കടുവയുടെ ഒരു പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, കാലിനും കൈക്കുമൊക്കെ പരിക്കുണ്ട്. മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി ഉണ്ടായ പരിക്കുകളാണ്. സാധാരണഗതിയിൽ ഈ കടുവകൾ വനത്തിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങനെയാണ്. കൂടുതൽ ഡൊമിനന്റ് ആയ മറ്റൊരു കടുവ വരുമ്പോഴാണ് ഈ പ്രായമായ കടുവകൾ പുറന്തള്ളപ്പെടുന്നത്. അത്തരത്തിൽ പുറന്തള്ളപ്പെട്ട ഒരു കടുവയാണ്. ഏതാണ്ട് 1-2 മാസമായി ആ പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. പല സ്ഥലത്തും വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഒടുവിൽ ബീനാച്ചി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ കടുവ കുടുങ്ങിയത്. കടുവയെ വയനാട്ടിൽ തന്നെ കുപ്പാടിയിലുള്ള പരിചരണ കേന്ദ്രത്തിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. പക്ഷേ അവിടെ സ്ഥലപരിമിതിയുണ്ട്. നിലവിൽ തന്നെ 6 കടുവകളുണ്ട്. അന്ന് തന്നെ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണം എന്ന് വനംവകുപ്പ് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഈ ചികിത്സ കൂടി ആവശ്യമായ സാഹചര്യത്തിലാണ് പുത്തൂർ തന്നെ തെരഞ്ഞെടുത്തത്. കാരണം വെറ്ററിനറി കോളേജൊക്കെ അടുത്തുണ്ട്. പുത്തൂരിൽ പുതിയ സുവോളജിക്കൽ പാർക്കാണ്. അവിടെ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട്. നേരത്തെ വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവയെ അവിടേക്ക് കൊണ്ടുപോയി ശസ്ത്രക്രിയ അടക്കം നടത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുത്തൂരിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെ വയനാട്ടിൽ നിന്ന് കടുവയുമായി പുറപ്പെട്ട സംഘം ഇന്ന് അല്പസമയം മുമ്പ് പുത്തൂരിൽ എത്തിയിട്ടുണ്ട്. ശരി കമൽ.